വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായുള്ള അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതത്തിലൂടെയും കൈപ്പേറിയ ജീവിതാനുഭവത്തിലൂടെയും കടന്നു പോകുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്കും മനുഷ്യർക്കും അല്ലാഹു ക്ഷമയും പ്രതിഫലവും വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സാധാരണഗതിയിൽ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ കുശലാന്വേഷണങ്ങൾ നടത്താറുണ്ട്. സലാം പറയുകയും നമ്മുടേതായ സംസാരങ്ങളിൽ ഏർപ്പെടാറും ചെയ്യാറുണ്ട്. എന്നാൽ ഇമാം തബറാനി റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തുൽ കിറാം പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സൂറത്തുൽ അസ്ർ ഓതിക്കേൽപ്പിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ നമുക്കെല്ലാം അറിയുന്ന വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. 3 ആയത്തുകൾ മാത്രമുള്ളൊരു സൂറത്ത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ലൗ തദബ്ബറ അന്നാസു ഫീ ഹാദിഹി സൂറത്തി ലവസിഅതുഹും. മനുഷ്യർക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട് ഈ സൂറത്തിൽ. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് ആശയസാഗരമുണ്ട് ഈ സൂറത്തിൽ. എന്താണ് സൂറത്തുൽ അസ്റിലുള്ളത്? 3 ആയത്തുകൾ മാത്രം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ, കാലം തന്നെ സത്യം. മനുഷ്യ ജീവിതത്തിലെ, പ്രപഞ്ചത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ടൈം എന്നുള്ളത്, സമയം എന്നുള്ളത്. ആ സമയത്തിൻ്റെ ടൈമിൻ്റെ പുറത്ത് കടക്കാൻ നമുക്ക് സാധിക്കൂല. അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിലെ തന്നെ അപാരമായ ടൈമിനെ കുറിച്ച്, കാലത്തിനെ കുറിച്ച്, സമയത്തെ സത്യം ചെയ്ത് പറയുന്നു. കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. അതൊരു മഹാത്ഭുതമാണ് സമയം എന്നുള്ളത്. അതിലുപരിയായിട്ട് കാലം തന്നെ സത്യം എന്ന് പറയുമ്പോൾ ചരിത്രത്തെ സത്യം ചെയ്തിട്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ചരിത്രം എന്ന് പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിൽ കടന്നുപോയ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളിലും മണിക്കൂറുകളും വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും മിനിറ്റുകളും സെക്കൻഡുകളെയും എല്ലാം സത്യം ചെയ്ത് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെല്ലാവരും പരാജിതരാണ്. ആണുങ്ങളാവട്ടെ, പെണ്ണുങ്ങളാകട്ടെ, പ്രായമായവരാവട്ടെ, വൃദ്ധരാവട്ടെ, പെണ്ണാവട്ടെ, ആണാവട്ടെ, എല്ലാവരും പരാജയപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷേ പരാജിതരാവാത്തൊരു കൂട്ടരുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതായ മുഅ്മിനീങ്ങൾ, വഅമിലുസ് സ്വാലിഹാത്ത്, തൻ്റെ ദൈനംദിന ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സുഹൃതമാക്കിയ മനുഷ്യരും രക്ഷപ്പെട്ടിരിക്കുന്നു. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ ഖുർആനെ പരിചയപ്പെടുത്തിയ ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിലേക്ക് ക്ഷണിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഒഴികെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ആ ദീനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നല്ല ഏതൊരു കാലഘട്ടത്തിലും നമ്മൾ ജീവിക്കുമ്പോഴും ക്ഷമ അത്യന്താപേക്ഷിതമാണ്.
പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കൽ വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിൽ ക്ഷമിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ക്ഷമയെ പരസ്പരം സബുദ്ധിപദേശം നടത്തുന്ന, ക്ഷമയിലേക്ക് ക്ഷണിക്കുന്ന, ക്ഷമിച്ച് നിൽക്കിൻ, ക്ഷമിച്ച് ദീനനുസരിച്ചു കൊണ്ട് ഈമാനോടുകൂടി അടിയുറച്ച് നിൽക്കിൻ എന്ന് പരസ്പരം ഉണർത്തുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും പരാജയത്തിലാണെന്ന് പറയുന്ന സൂറത്തുൽ അസ്ർ നമ്മൾ ശ്രദ്ധിക്കണം. 3 ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ്. പക്ഷെ ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ലവസിയാത്തുഹും, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തവും ഖണ്ഡിതമായി പറയുന്ന സൂറത്ത്. എന്തിനാണ് മനുഷ്യന്റെ ജീവിതം എന്നുണർത്തുന്ന സൂറത്ത്. മഹാന്മാരായ സഹാബക്കൾ പരസ്പരം കാണുമ്പോൾ അത് ഉണർത്തുമായിരുന്നു, അതിനെപ്പറ്റി പറയുമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ജുമാക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ജുമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഈമാൻ അധികരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. മഹാന്മാരായ സഹാബത്തുൽ കിറാം പരസ്പരം കാണുമ്പോൾ അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് പരസ്പരം സംസാരിക്കും. അബ്ദുല്ലാഹിൻ റവാഹ എന്ന് പറയുന്ന പ്രസിദ്ധനായ സഹാബി, മുഅത്ത യുദ്ധത്തിൽ വെച്ച് ഷഹീദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സഹാബിയാണ്. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ പറയും, തആൽ ഹത്താ നുഅ്മിന വാ, വന്നിരിക്കി, കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം, ഈമാൻ കൂട്ടാം. സുഹൃത്തുക്കൾ ചോദിക്കും, അവലസ്ന മുഅ്മിനീൻ, നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, നമ്മൾ ഈമാനുള്ള സത്യവിശ്വാസികളല്ലേ, ഇനിയും എന്താണ് ഇങ്ങനെ കൂട്ടാനുള്ളത്? മഹാനായ അബ്ദുല്ലാഹ് റവാഹ അവരോടായി പറയും ബലാ വലാകിന്നാ നദ്കുറുല്ലാഹ ഫനസ്ദാദു ഈമാനൻ. അതെ, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ്, പേരുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരും ഈമാൻ കൈകൊണ്ടവരാണ്. പക്ഷേ നമ്മുടെ ഈമാനിൽ എപ്പോഴും നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതെങ്ങനെയാണ്? നദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ ഈമാൻ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അവരെ കൈപിടിച്ചിരുത്തിയിട്ട് പറയും, ഹലുമ്മാ നസ്ദാദു ഈമാനൻ, വാ വന്നിരിക്കി, നമുക്ക് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തായ ഒരു സഹാബിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കൂടെ ഇരുത്തിയിട്ട് ഫയജ്ലിസാൻ വയഹ്മദാൻ വയദ്കുറാനില്ലാഹി സുബ്ഹാനഹു വതആല, ഒന്നിച്ചിരുന്നു കൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് ഈമാൻ വർദ്ധിപ്പിക്കും, ഈമാൻ കൂട്ടും. നമ്മുടെ വെള്ളിയാഴ്ചയുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ വെള്ളിയാഴ്ചയുടെ ഉദ്ദേശം അതാണ്, നമ്മുടെ ജുമയുടെ ഉദ്ദേശം അതാണ്, നമ്മൾ സംഘടിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ആ ഉദ്ദേശം നിറവേറുന്നില്ലെങ്കിൽ, നമ്മളിങ്ങനെ സംഗമിക്കുന്നതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ തഖ്വ കൂടുന്നില്ലെങ്കിൽ, നമ്മുടെ ഈമാനിൽ വർധനം ഉണ്ടാകുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരാജയമാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ വൃഥാ ഉള്ള ഒരു പണിയാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കണം, നമ്മുടെ തഖ്വ കൂടണം, അള്ളാഹുവിലുള്ള ഭയഭക്തി കൂടണം, അമലുസ്സാലിഹാത്തുകൾ ചെയ്യാനുള്ള ആഗ്രഹം കൂടണം. ഈ ക്ഷമ കൈകൊള്ളേണ്ട കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈമാൻ കുറഞ്ഞു പോകുന്ന പല സംഭവ വികാസങ്ങളും നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മുഅ്മിനീങ്ങൾ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, ഈമാൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ജുമാ ഖുത്ബകൾ, നമ്മുടെ ജുമായുടെ സംഗമങ്ങൾ. റബ്ബിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവണം, നമുക്ക് ആഖിറത്തിനെ കുറിച്ച് സ്വപ്നങ്ങളും കിനാവുകളും ഉണ്ടാവണം. നമ്മൾ കിനാവുകൾ കാണാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്. ദുനിയാവിലെ പലതരത്തിലുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും കിനാവുകളും നമുക്കുണ്ട്. ആ ദുനിയാവിലെ ഐഹികമായിട്ടുള്ള ജീവിതങ്ങൾക്ക് പുറമെയായിട്ട് ആഖിറത്തിൽ നമുക്ക് കിനാവുകൾ ഉണ്ടാവണം, ആഖിറത്തിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്ന ഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗ്ഗത്തിൽ 100 ദറജകളുണ്ട്. 100 തട്ടുകളിലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം പണിതത്. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അധ്വാനിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അമലി സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു വ്യത്യസ്ത തട്ടുകളിലായിട്ട്, ദറജകളിലായിട്ട് ഈ സ്വർഗ്ഗം പണിതത്. വദ്ദറജതു കമാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർള്, ആ സ്വർഗ്ഗത്തിന്റെ ഓരോ തട്ടുകൾക്കിടയിലും ആകാശ ഭൂമികൾക്കിടയിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ, എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസം, അത്രത്തോളം വിശാലത ആ സ്വർഗ്ഗത്തിന്റെ ഓരോ തട്ടുകൾക്കിടയിലുണ്ട്.
തുടർന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സഅൽതുമുല്ലാഹുൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസൽ അഅല. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സ്വർഗത്തിന് ചോദിക്കണ്ട, അല്ലെങ്കിൽ ഒരു മിഡിൽ കിടക്കുന്ന സ്വർഗത്തിന് നിങ്ങൾ ചോദിക്കണ്ട. ഫഇദാ സഅൽതുല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ സ്വർഗത്തെ ചോദിച്ചാൽ ഫസ്അലൂഹുൽ ഫിർദൗസൽ അഅല, ഏറ്റവും ഉന്നതമായ സ്വർഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട സത്യവിശ്വാസികൾ സംഗമിക്കുന്ന, പ്രവാചകന്മാരും അമ്പിയാക്കളും സംഗമിക്കുന്ന ഫിർദൗസൽ ആല, ഏറ്റവും ഉന്നതമായ സ്വർഗത്തെ നിങ്ങൾ ഛേദിക്കുക. ഏറ്റവും ഉന്നതമായ സ്വർഗം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുക. ഏറ്റവും ഉന്നതമായ സ്വർഗം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കുക, നിങ്ങൾ കിനാവ് വെക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. റബ്ബിൽ പ്രതീക്ഷ ഉണ്ടാവണം, റബ്ബിന്റെ റിളയിൽ പ്രതീക്ഷ ഉണ്ടാവണം, റബ്ബിന്റെ സ്വർഗത്തിൽ പ്രതീക്ഷ ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആറാബിയായ മനുഷ്യനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ആറാബി എന്ന് പറഞ്ഞാൽ മദീനയുടെ മാർക്കറ്റ് ടൗൺ പ്രദേശത്തിന്റെ പുറത്തായിക്കൊണ്ട് മരുഭൂമിയിലെ വെളിംപ്രദേശങ്ങളിൽ ജീവിക്കുന്ന സാധുവായ ബദൂവായ വിജ്ഞാനമില്ലാത്ത കാടന്മാർക്ക് തുല്യമായി ജീവിക്കുന്ന ആളുകൾക്കാണ് ആറാബികൾ, ബദുക്കൾ എന്ന് പറയുക. ആ മനുഷ്യനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്തിന അൽ മദീന, സമയമോ ഒഴിവോ കിട്ടുകയാണെങ്കിൽ മദീനത്ത് വരണം, എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു. കുറെ കാലങ്ങൾക്ക് ശേഷം ആറാബിയായ മനുഷ്യൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ആദരിച്ചു, ബഹുമാനിച്ചു, സൽക്കരിച്ചു. അതിഥിയായി വന്ന ആളാണ്. പോകാൻ നേരത്ത് ആ മനുഷ്യനോട്, ആറാബിയായ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സൽ ഹാജതക്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കാണിത്. എന്താണ് നിനക്ക് ആവശ്യമുള്ളത്, അത് ചോദിക്കുക. എല്ലാ സഹാബക്കളും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. നബി തങ്ങൾ ചോദിക്കണം, എന്താ ആഗ്രഹിക്കുന്നത്, എന്താ ആവശ്യമുള്ളത്, ചോദിക്കുക എന്ന് പറഞ്ഞു. ആ സാധുവായ, അറിവില്ലാത്ത ആ സാധുവായ ആറാബിയായ മനുഷ്യൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നാക്കത്തും നർക്കബുഹാ വ അഅനസുൻ നഹ്ലിബുഹാ ലി അഹ്ലി. എനിക്ക് സഞ്ചരിക്കാൻ ഒരു നല്ല ഒട്ടകത്തെ വേണം, എൻ്റെ കുടുംബത്തിന് പാല് കറന്നു കൊടുക്കാൻ നല്ല നല്ല ആടുകളെയും വേണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ആറാബിയായ മനുഷ്യനോട് ചോദിച്ചു, ബനൂ ഇസ്രായേലിലെ വൃദ്ധയായ സ്ത്രീ, അറിവും ഒന്നുമില്ലാത്ത വൃദ്ധയായ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടത് പോലെയുള്ളൊരു ആവശ്യം നീ എന്തേ എന്നോട് ആവശ്യപ്പെടാതിരുന്നത്? സഹാബാക്കൊന്നും മനസ്സിലായില്ല. സഹാബാക്കളെല്ലാം റസൂലുള്ളാഹി ചോദിച്ചു, യാ റസൂലുള്ളാഹ്, എന്താണ് ബനൂ ഇസ്രായേലുകാരിലെ ആ വൃദ്ധയായ സ്ത്രീയുടെ കഥ എന്താണ്? അവരെന്താണ് മൂസ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹീഹായ ഹദീത്താണ്. ഇമാം ഹാക്കിമും ഇബ്നു ഹിബ്ബാനും സഹീഹായ റിവായത്തുകളോട് ഉദ്ധരിക്കുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകാരിലെ പണ്ഡിതന്മാരോട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അന്വേഷിച്ചു. അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവർ പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് അറിയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. മൂസ അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരും കൂടി ആ വൃദ്ധയായ സ്ത്രീയുടെ അടുക്കൽ പോയി യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണ് എന്ന് അന്വേഷിച്ചു. ആ പടുവൃദ്ധയായ ആ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണെന്ന് പറഞ്ഞു തരാം, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്, അത് താങ്കൾ നിർവഹിച്ചു നൽകണം. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ, എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ സ്ത്രീ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അകൂനു മഅക ഫിൽ ജന്ന, നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാവാന്ന ആവശ്യം നിങ്ങൾ നിർവഹിച്ചു നൽകണം. ഫക്കരിഹ മൂസ അലൈഹിസ്സലാം. ആ ചോദ്യം കേട്ടിട്ട് മൂസ അലൈഹിസ്സലാമിന് ദേഷ്യം തോന്നി. കാരണം സ്വർഗം നൽകുക എന്നുള്ളത് മൂസ അലൈഹിസ്സലാമിന്റെ കൈയിന്റെ അകത്തുള്ള കാര്യമില്ല, അത് അള്ളാഹുവിന്റെ കൈകാര്യകർത്തത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് സ്വർഗം നൽകണമോ നരകം നൽകേണ്ടതോ തീരുമാനിക്കണം, അള്ളാഹുവാണ്. മൂസ അലൈഹിസ്സലാമിന് ആ ചോദ്യം കേട്ടിട്ട്, ആ വൃദ്ധയായ പെണ്ണിന്റെ ചോദ്യം കേട്ടിട്ട് ദേഷ്യം തോന്നിപ്പോയി. അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി ഇറങ്ങി. മൂസ ആ സ്ത്രീയോട് പറയുക, വഹിയ ഫിൽ ജന്നത്തി മഅക, അവർ നിങ്ങളോടൊപ്പം സ്വർഗത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആറാബിയെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ സംഭവം ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ഹാക്കിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഉള്ളിൽ കൂടി നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. കഥകൾ കേവലമായിട്ട് കഥകളായി പറഞ്ഞു തീർക്കാനുള്ളതല്ലല്ലോ. എന്താണ് ആ കഥ, എന്താണ് ആ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം? ആ പെണ്ണിന്റെ, ആ വൃദ്ധയുടെ മനസ്സിന്റെ അകത്തുള്ള ആഗ്രഹം, പ്രതീക്ഷ, കൊതി സ്വർഗത്തിലായിരിക്കുക എന്നുള്ള സ്വപ്നം, സ്വർഗത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ, സ്വർഗത്തിനെ കുറിച്ചുള്ള റജ, അതാണ് സത്യവിശ്വാസികളെ സ്വഭാവമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. യർജൂന റഹ്മതഹു വയഖാഫൂന അദാബ, യർജൂന റഹ്മതഹു വയഖാഫൂന അദാബ. മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് റബ്ബിൽ പ്രതീക്ഷകളുണ്ടാവും, റബ്ബിനെ കുറിച്ചുള്ള കൊതിയുണ്ടാവും.
റബ്ബിനെ കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാവും. വയഖാഫൂന അദാബ, അതോടൊപ്പം തന്നെ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയപ്പാടുണ്ടാവും. താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിൽ ഹിസാബ് നേരിടേണ്ടി വരുമോ എന്നുള്ള പേടിയും ബേജാറും വിഹ്വലതയും മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സക്കറാത്തിൽ കിടക്കുന്ന സഹാബിയുടെ അടുക്കൽ പോയി. അദ്ദേഹം മരണമാസന്നനായി കിടക്കുകയാണ്. യുവാവായ മനുഷ്യനാണ്. ആ മനുഷ്യനോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തജിദു നഫ്സക്, എന്താണ് നിനക്ക് അനുഭവപ്പെടുന്നത്, എന്താണ് നിനക്ക് വികാരപ്പെടുന്നത്? ആ യുവാവായ ആ ചെറുപ്പക്കാരായ സഹാബി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ അല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ലഅർജുല്ലാഹ വ ഇന്നി അഖാഫു ദുനൂബി, അല്ലാഹു തന്നെ സത്യം യാ റസൂലല്ലാഹ്, എനിക്ക് റബ്ബിൽ പ്രതീക്ഷയുണ്ട്, എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്, അതോടൊപ്പം തന്നെ ഇന്നി അഖാഫു ദുനൂബി, എൻ്റെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചുള്ള പേടിയും എനിക്കുണ്ട് എന്നുള്ള യുവാവായ മനുഷ്യൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്രാത്തിൽ കിടക്കുന്ന ആ യുവാവായ മനുഷ്യനോടായി പറഞ്ഞു കൊടുത്തു, ലാ യസ്തമിആനി ഫീ ഖൽബി അബ്ദി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ സക്രാത്തിന്റെ നിമിഷത്തിൽ അവന്റെ കിടക്കപ്പായയിൽ അവൻ കിടക്കുന്ന സമയത്ത് അവന്റെ മനസ്സിന്റെ അകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും റജാവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫും ഭയഭക്തിയും ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടെങ്കിൽ അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല. ഇല്ല ആതാഹു, അവൻ എന്താണോ പ്രതീക്ഷിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. അവൻ പ്രതീക്ഷിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അത് അള്ളാഹു നൽകും. അവൻ പ്രതീക്ഷിച്ചത് റബ്ബിന്റെ സാമീപ്യമാണ്, അത് അള്ളാഹു നൽകും. അവൻ പ്രതീക്ഷിച്ചത് റബ്ബിന്റെ റിളയാണ്, അത് അള്ളാഹു നൽകും. അവൻ ഭയപ്പെട്ടത് റബ്ബ് പുറത്തു തരണം എന്നുള്ള ഭയപ്പാടായിരുന്നു, പാപങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയപ്പാടായിരുന്നു. അത് ഒരു മുഅ്മിൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒരു മുഅ്മിന്റെ ഹൃദയം മാ ബൈന റജാഇ വൽ ഖൗഫ്, മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, അൽ ജന്നത്തു മാ ബൈന റജാഇ വൽ ഖൗഫ്, സ്വർഗം റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയുടെയും റബ്ബിനെ കുറിച്ചുള്ള പേടിയുടെയും ഇടയിലാണ്, പേടിയെക്കുറിച്ചുള്ള ഇടയിലാണ്. റബ്ബിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവണം, റബ്ബിൽ നമുക്ക് റജാ ഉണ്ടാവണം. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി എന്ന് പറയുന്ന 11 വയസ്സ് മാത്രം പ്രായമുള്ള സഹാബി, അദ്ദേഹം മദീനക്കാരനാണ്, അനാഥനാണ്, സ്വതന്ത്രനാണ്. സ്വതന്ത്രന്മാരായിക്കൊണ്ട് അനാഥകളായിട്ട് സാധുക്കളായിക്കൊണ്ട് നബിതങ്ങളുടെ കൂടെ ജീവിച്ച ഒരുപാട് സഹാബികളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിലെ വലിയൊരു ഉദാഹരണമാണ്. അദ്ദേഹം സ്വതന്ത്രനാണ്, അടിമയല്ല, പക്ഷെ സാധുവായ സഹാബിയായിരുന്നു. അതുപോലൊരു സഹാബിയാണ് റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വളരെ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നബിതങ്ങളെ കൂടെ ജീവിച്ചു. അങ്ങനെ നബിതങ്ങളെ കൂടെ ആരോരുമില്ലാത്ത അനാഥകളായിട്ടുള്ള ചെറു കുരുന്നുകൾ ജീവിച്ചിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ 10 വർഷത്തോളം കാലം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് എടുത്ത കുട്ടിയാണ് അനസ് ബിൻ മാലിക്. അതുപോലെ നബിതങ്ങളുടെ കൂടെ ജീവിച്ച, നബിതങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയും വരികയും കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന സഹാബിയായിരുന്നു റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൃദ്ധനായിരുന്ന പ്രായത്തിൽ നബിതങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പാതിരാത്രിയിലും ഉറക്കമിളച്ചുകൊണ്ട് ജീവിച്ച റബീഅ റളിയല്ലാഹു അൻഹു. സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും, റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിതങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിച്ചു. രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന്റെ സമയമായപ്പോൾ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഒരു പാത്രത്തിൽ നിറയെ വെള്ളവുമായി നിൽക്കുന്ന തന്നെയാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കേണ്ടി വരും. വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പ്രവാചകൻ കഷ്ടപ്പെടണ്ടല്ലോ, പ്രവാചകന് പ്രാഥമികമായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കേണ്ടി വരും. അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കരുതി വെച്ച വെള്ളമായിരുന്നു. എൻ്റെ ആ ഖിദ്മത്ത് കണ്ടിട്ട്, എൻ്റെ ആ സേവനം കണ്ടിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു സന്തോഷമായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടായി ചോദിച്ചു, സൽ ഹാജത്തക്, റബിയ എന്താണ് നിനക്ക് ആവശ്യം, അത് ചോദിക്ക്. ശ്രദ്ധിക്കണേ, 11 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്, അനാഥനാണ്, ദരിദ്രനാണ്. നബിതങ്ങളോട് അദ്ദേഹത്തിന് പലതും ആവശ്യപ്പെടാം, പലതും ചോദിക്കാം. റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനായി ഞാൻ ഉണ്ടാവാൻ എനിക്ക് അവസരം നൽകണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനായി ഈ റബീഅ ഉണ്ടാവാൻ താങ്കൾ എനിക്ക് തൗഫീഖ് ചെയ്യാൻ വേണ്ടി താങ്കൾ ദുആ ഇറക്കണം, താങ്കൾ പ്രാർത്ഥിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം, നിനക്ക് സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. പക്ഷേ നീ നിന്റെ ഇബാദത്തുകൾ അധികരിപ്പിക്കണം,
നീ നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം, നിന്റെ സുജൂദുകൾ നീ അധികരിപ്പിക്കണം. അങ്ങനെ സുജൂദുകൾ അധികരിപ്പിച്ച് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനെ നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് ആ പറഞ്ഞു നിർത്തുന്നിടത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത, 11 വയസ്സ് മാത്രം പ്രായമുള്ള റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള കിനാവാണ്, സ്വപ്നം. അവർ സ്വപ്നം കണ്ടത് അള്ളാഹുവിൻ്റെ റിളയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ സ്വർഗത്തെ പറ്റിയുള്ള വർണ്ണന നമുക്ക് വായിക്കാൻ സാധിക്കില്ലേ? അള്ളാഹു പറയുന്നു, അഅദത്തു ലി ഇബാദി അസ്സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ ഫീ ഖൽബി ബശരി അഹദിൻ. ഒരു മനുഷ്യനും കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും തൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളിൽ കൂടി അവൻ ഇമേജ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അതിമനോഹരമായിട്ടുള്ള സ്വർഗത്തെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ഹദീസിന്റെ അവസാനത്തിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഖുർആൻ തുറന്ന് എടുത്തു വെച്ച് നിങ്ങൾക്ക് പാരായണം ചെയ്യാം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, സദ്വൃത്തരായ അടിമകൾക്ക് വേണ്ടി, സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണെന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ ആയത്ത് നിങ്ങൾ കൂടി വെക്കാം. സ്വർഗം ഭൗതികമായിട്ടുള്ള കേവലങ്ങളായിട്ടുള്ള സുഖങ്ങളല്ല. പൊതുവെ ഖുർആൻ സ്വർഗത്തെ പറ്റി പറയുന്ന സമയത്ത് ഭൗതികമായി അവിടെയുള്ള സുഖാനുഗ്രഹങ്ങളെ കുറിച്ച്, അവിടെയുള്ള നിഅമത്തുകളെ കുറിച്ച്, അവിടെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ സുന്ദരമായി ഖുർആൻ സ്വർഗത്തെ പറ്റി പറയുന്ന കാര്യം, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹു വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത്. ഖുർആനിലെ എവിടെ നിങ്ങൾ സ്വർഗത്തെ പറ്റി പരാമർശിക്കുന്ന ഇടങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം വ്യക്തമായി അല്ലാഹു പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജസാഉഹും ഇൻദ റബ്ബിഹിം. മുഅ്മിനീങ്ങൾ പ്രതിഫലം ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കലാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖാനുഗ്രഹം അത് റബ്ബിന്റെ സാമീപ്യമാണ്. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിന്റെ സാമീപ്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സാമീപ്യമാണ്. അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റിളയും തൃപ്തിയുമാണ് സ്വർഗം. അതാണല്ലോ സ്വർഗത്തിൽ ഒരുപാട് സുഖാനുഗ്രഹങ്ങളും നിയാമത്തുകളും എല്ലാം കിട്ടിയതിനു ശേഷം അള്ളാഹു മുഅ്മിനീങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചോ? നിങ്ങൾക്ക് സന്തോഷമായോ? നിങ്ങൾക്ക് നൽകിയ സുഖാനുഗ്രഹങ്ങൾ നിങ്ങൾ തൃപ്തരായോ? ഇനിയും അധികമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി നൽകട്ടെ എന്ന് മുഅ്മിനീങ്ങളോട് ചോദിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ എല്ലാവരും അല്ലാഹുവോട് പറയും, അലം തുബയ്യിള വുജൂഹനാ വതുദ്ഖിൽനൽ ജന്ന വതുൻജിന മിനൻ നാർ. അല്ലാഹുവേ, നീ ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? ഈ കാണുന്ന സുഖാനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകിയില്ലേ എന്ന് റബ്ബിനോടായി മനുഷ്യരെല്ലാം പറയുന്ന ഒരു സമയത്തായിരിക്കും മനുഷ്യരുടെ മുമ്പിൽ റബ്ബ് വെളിവാവുക. മനുഷ്യർക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് അല്ലാഹുവിനെ കാണാൻ സാധിക്കുക. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ നിമിഷം മനുഷ്യൻ അവന്റെ സൃഷ്ടാവിനെ കാണുന്ന സന്ദർഭമാണ്. അടിമ അവന്റെ ഉടമയെ കാണുന്ന സന്ദർഭമാണ്. പടപ്പ് അവന്റെ പടച്ചവനെ കാണുന്ന സന്ദർഭമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ എല്ലായിടങ്ങളും സ്വർഗത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ധൃതിയാക്കുക, നിങ്ങൾ തിരക്ക് കൂട്ടുക എന്നുള്ള പദം ഖുർആൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂറത്തുൽ ഹദീദ് പാരായണം ചെയ്യാം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ السماوات والأرض وأعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء വല്ലാഹു ദുൽ ഫളിൽ അദീം. ഖുർആൻ അവിടെ ഉപയോഗിച്ച പദം സാബിഖു, നിങ്ങൾ തിരക്ക് കൂട്ട്, നിങ്ങൾ ഓടുക എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു പറഞ്ഞത്, വഫീ ദാലിക ഫൽയതനാഫസുൽ മുതനാഫിസൂൻ. ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നുണ്ട്. ദുനിയാവിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റിളക്ക് വേണ്ടി നിങ്ങൾ മത്സരിച്ചോ? നിങ്ങൾ പരസ്പരം മത്സരിച്ചോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. സൂറത്തു അൽ ഇംറാനിൽ അല്ലാഹു ചോദിക്കുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് സാരിയോ എന്ന അറബി പദത്തിനർത്ഥം നിങ്ങൾ തിരക്ക് കൂട്ട്, സാബിഖു എന്ന അറബി പദത്തിനർത്ഥം നിങ്ങൾ ഓടി വരും എന്നുള്ള പദമർത്ഥമാണ്. ഇങ്ങനെ എല്ലായിടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളോട് ഉണർത്തുന്ന കാര്യം അതാണ്. പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള സഹാബികളുടെ സംഭവങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ മാതൃകൾ സഹാബികളായതുകൊണ്ടാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു പ്രശസ്തമായിട്ടുള്ള സംഭവം നടന്നു, ഒരു വിധിന്യായ പ്രശ്നം. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു യതീമായ ഒരു സഹാബി, ഒരു സാധുവായ മനുഷ്യൻ, അദ്ദേഹം തൻ്റെ വീടിനോട് ചേർന്നുകൊണ്ടൊരു മതിൽ കെട്ടുകയായിരുന്നു. തൻ്റെ തോട്ടത്തിൻ്റെയും തൊട്ടടുത്തുള്ള അയൽവാസിയുടെ തോട്ടത്തിൻ്റെ ഇടയിൽ. ആ അയൽവാസി ഒരു അൻസാരിയായ സഹാബിയാണ്, അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. മതിൽ കെട്ടുന്ന സമയത്ത് ആ മതിൽ കെട്ടുന്ന വഴിയിൽ ഒരു ഈത്തപ്പനത്തിന്റെ മരമുണ്ട്. ആ ഈത്തപ്പന മരം കൂട്ടിക്കെട്ടിയാൽ മാത്രമേ, ഈത്തപ്പന മരത്തെ തന്റെ പറമ്പിലാക്കി കെട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ മതിൽ കെട്ടാൻ സാധിക്കൂ. ആ യതീമായ, ആ സാധുവായ സഹാബി അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എനിക്ക് സുഗമമായിട്ട് സൗകര്യത്തോടു കൂടി മതിൽ കെട്ടണമെങ്കിൽ നിങ്ങളെ പറമ്പിലുള്ള ഈത്തപ്പന മരം കൂടി എൻ്റെ പറമ്പിലേക്ക് ആക്കി കെട്ടിയാലും നല്ല രീതിയിൽ കെട്ടാൻ പറ്റൂ. നിങ്ങൾക്ക് ഒരുപാട് ഈത്തപ്പന മരങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഈ ഒരൊറ്റ ഈത്തപ്പന മരം എനിക്ക് നൽകുമോ? അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു പറ്റുകയില്ല, സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ യതീമായ സഹാബി ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ മരത്തെ എനിക്ക് വിൽക്കൂ എന്ന് ചോദിച്ചു. അതും പറ്റൂല എന്ന് അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ പ്രശ്നം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സാക്ഷിയാക്കിക്കൊണ്ട് അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളൊരു യതീമായ മനുഷ്യനല്ലേ, ആ ഒരൊറ്റ ഈത്തപ്പന മരല്ലേ, അത് അദ്ദേഹത്തിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് വിൽക്കൂ, വലക മിസ്ലഹു ഫിൽ ജന്ന, അതിന് പകരമായിട്ട് അള്ളാഹു നിനക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പയ മരം നൽകും എന്ന് വലിയൊരു ഓഫറും കൊടുത്തു. അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു സഹാബാക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, പറ്റൂല, എനിക്ക് ആ മരം വലിയ ആഗ്രഹമുള്ള മരമാണ്, ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞു. ആ സദസ്സ് പിരിഞ്ഞു. നബിതങ്ങൾക്കും സഹാബാക്കൾക്കും വലിയ വിഷമായി. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ഒരു ഓഫർ പറയുന്നു, ആ ഈത്തപ്പന മരം ആ യതീമായ മനുഷ്യന് കൊടുക്കൂ, അതിന് പകരമായിട്ട് അബൂ ലുബാബത്തുൽ അൻസാരി നിനക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരമുണ്ടെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം എന്തുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു എന്ന് എല്ലാവർക്കും വലിയ കൗതുകമായി. ഈ സംഭവത്തിന് ശേഷം അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ സമ്പന്നനാണ്, വലിയ കർഷക പ്രമാണി, വലിയ കച്ചവട പ്രമാണിയാണ്. അദ്ദേഹം അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി. അബൂ ലുബാബയോട് ചോദിച്ചു, അബൂ ലുബാബ, അബൂദ്ദഹ്ദാ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? അതേ, മനസ്സിലായി. ഞാൻ മദീനത്ത് വലിയ സമ്പന്നനാണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. അങ്ങയുടെ തോട്ടമാണല്ലോ മദീനത്ത് ഏറ്റവും കൂടുതൽ നല്ല വിളകൾ ലഭിക്കുന്ന തോട്ടം. അങ്ങയുടെ കയ്യിലുള്ള ആ തോട്ടവും ആ തോട്ടത്തിന്റെ നടുക്കുള്ള ആ കൊട്ടാരം പോലുള്ള വീടും അവിടെയുള്ള വെള്ളവും കിണറും ആർക്കാണ് കൊതി തോന്നാത്തത്? പുറത്ത് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ അബൂദ്ദഹ്ദാ നിങ്ങളുടെ തോട്ടം കണ്ടാൽ ആർക്കും ആഗ്രഹവും കൊതിയും വരൂലേ? അപ്പൊ അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു അബൂ ലുബാബത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ തോട്ടത്തിൽ 600 ഈത്തപ്പന മരങ്ങളുണ്ട്. 600 ഈത്തപ്പന മരങ്ങൾ. ആ 600 ഈത്തപ്പന മരങ്ങൾ അടങ്ങുന്ന തോട്ടം നിനക്ക് ഞാൻ നൽകാം. ആ തോട്ടത്തിലുള്ള വീട് നൽകാം, ആ തോട്ടത്തിലുള്ള കിണറും നിനക്ക് നൽകാം. പകരം ആ ഒരൊറ്റ ഈത്തപ്പന മരത്തെ എനിക്ക് നൽകണം. ഈത്തപ്പന മരത്തെ, നിങ്ങൾക്ക് സഹീഹായ ഹദീസിൽ ഈ സംഭവം വായിക്കാൻ സാധിക്കും. ഈത്തപ്പന മരത്തെ നൽകണം. അൻസാരിയായ സഹാബിക്ക് അത്ഭുതമായി, ഒരൊറ്റ ഈത്തപ്പന മരത്തിന് പകരമായിട്ട് നിങ്ങൾ 600 മരത്തെ എനിക്ക് നൽകുകയാണോ? അതെ. ആ കച്ചവടം നടന്നു, ഇടപാട് നടന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂദ്ദഹ്ദാ അൻസാർ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. യാ റസൂലല്ലാഹ്, ഞാൻ ആ അൻസാരിയായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആ ഒരൊറ്റ ഈത്തപ്പന മരം വാങ്ങി. അങ്ങക്ക് വെക്കൂല എന്ന് പറഞ്ഞ് ഈത്തപ്പനത്തെ മരം ഞാൻ വാങ്ങി. അങ്ങ് പറഞ്ഞിട്ടുണ്ട് ആ ഈത്തപ്പന മരത്തിന് പകരമായി വലക മിസ്ലഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിനക്കൊരു ഈത്തപ്പന മരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 600 മരം വിറ്റിട്ട് ഞാൻ സ്വർഗത്തിലൊരു മരം വാങ്ങിയിരിക്കുകയാണ്. സ്വർഗത്തിലൊരു മരം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ സ്വർഗത്തിന്റെ അവകാശികളല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അബൂദ്ദഹ്ദാ കം മിൻ ഗദകിൻ മുദല്ലലിൻ ലിഅബിദ്ദഹ്ദാ ഫിൽ ജന്ന, സ്വർഗത്തിൽ എത്ര ഈത്തപ്പന മരങ്ങളാണ്, നിറഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴങ്ങളോടുകൂടി എത്ര മരങ്ങളാണ് അബൂദ്ദഹ്ദാഹിനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ താമസിക്കുന്നത് അദ്ദേഹം വിറ്റ 600 മരങ്ങൾ നിൽക്കുന്ന ആ തോട്ടത്തിലാണ്, അവിടെയുള്ള വീട്ടിലാണ്. അവൾ ഭാര്യയോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഈ സ്ഥലം നമ്മൾ വിറ്റു എന്ന് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, ചെറിയൊരു വിലക്കൊന്നും നിങ്ങൾ ഇത് വിൽക്കൂലാലോ, എന്തിനാണ് നിങ്ങൾ ഇത് വിറ്റത്? എത്ര തുകക്ക്, എത്ര ദിർഹമിനാണ് നിങ്ങൾ വിറ്റത്? അബൂദ്ദഹ്ദാ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിന് പകരം ഈ 600 മരങ്ങൾ വിറ്റു. ഞാൻ സ്വർഗത്തിന് പകരം 600 മരങ്ങൾ വിട്ടു. റബിഹൽ ബൈഉ യാ അബൂദ്ദഹ്ദാ, റബിഹൽ ബൈഉ യാ അബൂദ്ദഹ്ദാ. ആ ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അബൂദ്ദഹ്ദാ, നിങ്ങൾ എത്ര വലിയ ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തം നഫ്സുകൾ കൊണ്ടും സ്വന്തം സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വിലക്ക് വാങ്ങുന്ന ആളുകൾ. ഖുർആൻ പറഞ്ഞത് എത്ര കൃത്യമാണ്. ഇന്നല്ലാഹ അശ്ശറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന
മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ടും സ്വന്തം സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ സ്വർഗത്തെ വിലക്ക് വാങ്ങും, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ വിലക്ക് വാങ്ങും. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടു. നാട്ടിലില്ലായിരുന്നു മരണപ്പെടുന്ന സമയത്ത്. നാട്ടിലെത്തിയ ഉടനെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി, കെട്ടിപ്പിടിച്ചു, അവനെ സമാധാനിപ്പിച്ചു, അവന് വേണ്ടി താസിയത്ത് ദുആ ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞൊരു അനുഭവമുണ്ട്. കുഞ്ഞ് പെൺകുട്ടിയായിരുന്നു, ആയിഷ എന്നായിരുന്നു ആ കുഞ്ഞിന് ഞങ്ങൾ പേരിട്ടത്. ഗർഭശിശുവായിരിക്കെ തന്നെ ഞങ്ങൾ നടത്തിയ സ്കാനിങ്ങിൽ 5-ാം മാസമായ സമയത്ത് ആ കുഞ്ഞിന് ജനിതക പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചതാണ്. പക്ഷെ ആ ജനിതക പ്രശ്നം പൊതുവെ മെല്ലെ മെല്ലെ മാറാനും സാധ്യതയുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ 5-ാം മാസം ആ കുഞ്ഞിനെ ഒഴിവാക്കാം, പക്ഷെ ഞങ്ങൾ കുഞ്ഞിനെ ഒഴിവാക്കിയില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ കൊന്നുകളയരുത് എന്ന് ദീൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾ ഒഴിവാക്കിയില്ല. ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഞങ്ങൾക്ക് 2 പ്രതീക്ഷകളുണ്ടായി. ഒന്നുകിൽ ജനിതക പ്രശ്നങ്ങൾ മാറി സുഗമമായ രീതിയിൽ പ്രസവം നടക്കും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എല്ലാവിധ ജനിതക പ്രശ്നത്തോടു കൂടിയായിരുന്നു ഞങ്ങളുടെ ആയിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടി ജനിച്ചു വീണത്. 11 മാസക്കാലം ആ കുഞ്ഞിനെ ഞങ്ങൾ പൊല്ലുപോലെ നോക്കി. പാതിരാത്രി എൻ്റെ ഭാര്യ ആ കുഞ്ഞിന് വേണ്ടി ഉറക്കം വിളിച്ചു. ഞങ്ങൾക്ക് സാധിക്കുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഓടി, ഉറക്കം വിളിച്ചു, വേദനിച്ചു, കണ്ണീർ സഹിച്ചു. 11 മാസങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് മരണപ്പെട്ടു. ഇതെല്ലാം പറഞ്ഞു നിർത്തിയ ശേഷം യുവാവായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കാണ് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടത്. ആ കുഞ്ഞ് അവൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ മരിക്കുകയാണെങ്കിലും 11-ാം മാസത്തിൽ മരിക്കുകയാണെങ്കിലും ആ കുഞ്ഞ് സ്വർഗത്തിലാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകിയതിലൂടെ അള്ളാഹു എന്നെയും എൻ്റെ ഭാര്യയെയും പരീക്ഷിച്ചതായിരിക്കും. ആ കുഞ്ഞിലൂടെ എനിക്ക് സ്വർഗം വാങ്ങാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചതായിരിക്കും. ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ആ കുഞ്ഞായിരിക്കുന്ന ശൈശവത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വിളിക്കുകയും മാതാപിതാക്കൾ ക്ഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് സ്വർഗത്തിൽ ഒരു വീട് നൽകും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംതൃപ്തരാണ്, ഞങ്ങൾ സന്തോഷവാനാണ്, ഞങ്ങൾ ഞങ്ങളുടെ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞു നിർത്തിയിടത്താണ് ഇന്നല്ലാഹ അശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. മുഅ്മിനീങ്ങളിൽ എത്ര ആളുകളാണ് അവർ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സ്വർഗത്തെ വിലക്ക് വാങ്ങുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് സ്വർഗത്തെ വിലക്ക് വാങ്ങിക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ക്ഷമ അവലംബിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പരസ്യത്തിലും രഹസ്യത്തിലും സംഭവിച്ചു പോയ, മനഃപൂർവ്വം നമ്മൾ ചെയ്തു പോയതുമായ എല്ലാ പാപങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.